വയനാട്ടിലെ കഴുകന്മാർ, ആകാശത്തിലെ തോട്ടിപ്പണിക്കാരുടെ തിരിച്ചുവരവ്. നമ്മുടെ ആകാശം ഒരു കാലത്ത് നിശബ്ദമായിരുന്നു. 90കളുടെ അവസാനത്തിൽ വയനാടൻ കാടുകളിൽ നിന്ന് ആ വലിയ ചെറുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. പ്രകൃതിയുടെ ശുചീകരണ തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്ന കഴുകന്മാർ വംശനാശത്തിന്റെ വക്കിലായിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറുകയാണ്. 2025 റിപ്പോർട്ടുകൾ പ്രകാരം മരണത്തെ തോൽപ്പിച്ച് ആ പഴയ പോരാളികൾ തങ്ങളുടെ പഴയ സാമ്രാജ്യം തിരിച്ചുപിടിക്കുന്നു. തകർച്ചയുടെ കാരണങ്ങൾ. കന്നുകാലികൾക്ക് വേദന സംഹാരിയായി നൽകിയിരുന്ന ഡിക്ലോഫെനാക് എന്ന മരുന്നായിരുന്നു വില്ലൻ. ഈ മരുന്ന് നൽകിയ കന്നുകാലികളുടെ ജഡം ഭക്ഷിച്ച കഴുകന്മാരുടെ വൃക്കകൾ തകരുകയും നൂറുകണക്കിന് പക്ഷികൾ ചത്തുവീഴുകയും ചെയ്തു. അതോടെ വന്യവ്യവസ്ഥയുടെ താളം തെറ്റി. വയനാട് അതിജീവനത്തിന്റെ ഭൂമി. കേരളത്തിൽ കഴുകന്മാർ അവശേഷിച്ച ഏക ഇടമായി വയനാട് മാറി. പ്രത്യേകിച്ചും വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ, തോൽപ്പെട്ടി മേഖലകൾ. പ്രധാനമായും 2 വിഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. വെള്ളമുഖൻ കഴുകൻ, ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ട വർഗം. ചെന്തലയൻ കഴുകൻ, അപൂർവമായ ഇനം. തിരിച്ചുവരവിന്റെ വഴികൾ. ഈ തിരിച്ചുവരവ് ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഡിക്ലോഫെനാക് നിരോധനം. ഈ മരുന്നിന്റെ ഉപയോഗം കർശനമായി തടഞ്ഞത് വലിയ മാറ്റമുണ്ടാക്കി. കഴുകൻ ഭക്ഷണശാലകൾ. വിഷാംശമില്ലാത്ത ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കി. ബോധവൽക്കരണം. ആദിവാസി സമൂഹങ്ങളെയും വനം വകുപ്പിനെയും ഏകോപിച്ചുകൊണ്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ഇന്ന് വയനാടിന്റെ മുകളിൽ ആ വലിയ ചിറകുകൾ വീണ്ടും വട്ടമിട്ട് പറക്കുമ്പോൾ അത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. കരുതലുണ്ടെങ്കിൽ ഏത് വീഴ്ചയിൽ നിന്നും തിരിച്ചുവരാം. വയനാട് ഇന്ന് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംരക്ഷണ കേന്ദ്രമാണ്. ഈ പക്ഷികൾക്ക് സുരക്ഷിതമായ ഒരു ആകാശം നമുക്ക് എന്നും ഉറപ്പു നൽകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.